ദോശ ഏതായാലും ചുറ്റു മാറ്റിയേ. സാമ്പാർ എടുത്ത് കൊടുക്കുക ഇവിടെ. സാമ്പാർ എടുത്ത് കൊടുക്കുക ഇവിടെ. ഇവിടെ ഓംപ്ലേറ്റ് ബുക്ക് വല്ലതും വേണമെന്ന് നോക്കുക. ഇപ്പൊ അക്കരയ്ക്ക് കിടത്തുകയാണോ? ഇയാളെ വരമ്പത്തോട്ട് ഇറങ്ങി നിന്ന് കൂവി വിളിച്ചാൽ മതി. ആ ചീനവലക്കാരൻ വരും. ശരി. അനിയ ഒരു സെക്കൻഡ്, ഞാനിവിടെ വരുന്നേ. ഓക്കെ, കറിയോ? ചേട്ടാ ശ്രദ്ധിച്ച്, എനിക്ക് നീന്താൻ അറിയത്തില്ല. ഒറ്റക്കിരുന്ന് ചെസ്സൊക്കെയാ കളിയല്ലേ? അനിയ, ജീവിതം തന്നെ ഒരു ചതുരംഗ കളിയല്ലേ? മരണവുമായുള്ള ഒരു ചതുരംഗ കളി. ആ കളി തോൽക്കുമ്പോഴാ ഒരാള് മരിക്കുന്നത്. ചേട്ടാ, നിങ്ങളിപ്പോ എന്തിനാ ഈ മരണത്തെ പറ്റിയൊക്കെ പറയുന്നേ? എനിക്കാണെങ്കിൽ നീന്താനും അറിയാൻ പാടില്ല. നിങ്ങക്ക് നീന്താ അറിയോ? ഇല്ല. മരണത്തെ പേടിയാണോ? അതാർക്കാ പേടിയില്ലാത്ത? വിഡ്ഢികൾ. KR മീര മരണത്തെപ്പറ്റി എഴുതി എന്താണെന്നറിയോ തനിക്ക്? സുനിശ്ചിതം, എന്നാൽ ഏറ്റവും അനിശ്ചിതത്വം നിറഞ്ഞത്. അതാണ് മരണം. MD സാർ എഴുതി വായിച്ചിട്ടില്ലേ? മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്. ഇത് ലാലേട്ടൻ അയാൾ കഥ എഴുതുകയാണെങ്കിൽ പറഞ്ഞ ഡയലോഗ് അല്ലേ? എന്ന് വെച്ചാൽ എന്താ? ദേഹം മുഴുവൻ പൊട്ടിയൊലിച്ച് എഴുന്നേക്കാൻ പോലും വയ്യാതെ മരണത്തെ ആഗ്രഹിച്ച് കിടക്കുന്ന ഒരാളുടെ അടുത്തേക്ക് അത് ചെല്ലില്ല. പകരം ഭാവിയെക്കുറിച്ചുള്ള സുന്ദര സ്വപ്നങ്ങളിൽ മുഴുകി ജീവിതം ആസ്വദിച്ചു തുടങ്ങുന്ന നിന്നെപ്പോലുള്ള ചെറുപ്പക്കാരുടെ അടുത്തേക്കാകും ചിലപ്പോ അതെത്തുക. മാസം കൂടെ കൊണ്ടുപോണ്ടായിരുന്നു. ചേട്ടൻ എന്താ ഒന്നും പറയാത്ത? മരണത്തെ ഭയക്കുന്നതിൽ ഒരർത്ഥവുമില്ല നീ. അതെ, നിങ്ങളുടെ ഈ നാടക സ്റ്റൈലുള്ള വർത്താനം എനിക്കത്ര പിടിക്കുന്നില്ല. You said it. All the world is a stage and each and everybody is playing his own role. നമ്മുടെ റോള് കഴിയുമ്പോൾ നമ്മൾ പോണം. അല്ലാതെ ഭയപ്പെടുന്നതിലൊരു അർത്ഥവുമില്ല നീ. ഇവിടെ ഇവിടെ ഞാനൊന്ന് കേറി വന്നോട്ടെ. ഞാനൊന്ന് കേറി വന്നോട്ടെ പ്ലീസ്. എല്ലാം ഒന്ന് കാണാനാ പ്ലീസ്. വെറുതെ ഒന്ന് കണ്ടാ മതി പ്ലീസ്. കേറി വന്നോട്ടെ പ്ലീസ് പ്ലീസ്. നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ? ഞാനിവിടെ ആദ്യ. അതല്ല, നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടതുപോലെ. അത് പോട്ടെ. ആഹാ, ഇവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നോ? അപ്പൊ ഒന്ന് നോക്കിയാലോ? എന്താ പേടിയുണ്ടോ?
നോക്കാം. നേരത്തെ എന്താ പറയാൻ വന്നിട്ട് നിർത്തിക്കളഞ്ഞേ? പറയുന്നേ. അത് ഇപ്പോഴല്ല, ഒരു 8-9 മാസം മുമ്പ് ഒരു ദിവസം ദേ ആ ഭാഗത്ത് ഇതേ രൂപം, നിങ്ങൾ വിളിച്ച ഇതേ വിളി, വേഷം ഇതുപോലെ തന്നെ. അയാളുടെ മുഖം അത്ര വ്യക്തമായിരുന്നില്ല. അന്ന് മഴയില്ലായിരുന്നെങ്കിലും നല്ല ശക്തമായ മിന്നലുണ്ടായിരുന്നു. പെട്ടെന്ന് അതിശക്തമായൊരു മിന്നല്. പിന്നെ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഇതുപോലെ തന്നെ ഒരാൾ. അപ്പോഴും ആ മുഖം അത്ര വ്യക്തമായിരുന്നില്ല. അന്നും ഈ കുടവെല്ലാം അങ്ങ് നിറച്ചു വെച്ച് നമുക്ക് പോകുമ്പോഴോ ആര് നിറച്ചു വെക്കും? എല്ലാരും ഇങ്ങനെ തുടങ്ങിയാലോ? ഞങ്ങൾക്ക് വെള്ളം എടുക്കണ്ടായോ? ഇങ്ങനെയുണ്ടോ മനുഷ്യർ? ഒരു കുടവെല്ലാം അങ്ങ് പറിച്ചു മാറ്റിയാൽ ഞങ്ങൾ വെള്ളം എടുക്കട്ടെ. ദേ, എന്റെ കുടം എടുത്ത് മാറ്റുന്നൊക്കെ കൊള്ളാം. ഞാൻ തിരിച്ചു വരുമ്പോ അത് നിറഞ്ഞിരിക്കണം. പിന്നെ നിന്റെ തള്ളക്ക് സ്ത്രീധനം കിട്ടില്ല. ആരുടെ തലയ്ക്ക് സ്ത്രീധനം കിട്ടിയതെന്ന് ഞാൻ വന്നിട്ട് പറയാം. കുടവെല്ലാം അങ്ങോട്ട് പറിച്ചു മാറ്റിയേ. അയ്യോ, ആ കൊച്ചിന് ജന്നി വന്നതാന്ന് തോന്നുന്നു. ഓടി വാ. ജന്നി വന്നതാ. ഓടി വാടാ പിള്ളേരെ. ചാടാ പിള്ളേരെ, ചാട്. പിന്നെ ഇപ്പോ 1-2 ദിവസമായി ഇനിയും അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമോ? മരണം ചിലപ്പോ. അന്ന് മുഖം വ്യക്തമായില്ല. ആ മുഖം മരണത്തിൻ്റെതാണോ? മരണത്തിൻ്റെ മുഖം എങ്ങനാ? മരണത്തിൻ്റെ മുഖം മരണം തന്നെ. അതിൻ്റെ പേരും അങ്ങനെ തന്നെ. ആ, നിങ്ങളുടെ പേര് ചോദിക്കാൻ മറന്നു. എന്താ പേര്? പേര് ചെക്ക്. ആരാ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ വന്നത്? ഞാനാ. കേറി വാ.
ചേട്ടൻ എന്താ ഒന്നും പറയാത്തെ? ഞാനെന്ത് പറയാനാ? ജീവിതത്തിന്റെ ഈ വൈതരണി കടത്തിവിടുന്ന ഒരു കടത്തുകാരൻ മാത്രമാണ് മരണം. നമ്മുടെ റോള് കഴിയുമ്പോൾ നമ്മൾ പോകണം, അല്ലാതെ ഭയപ്പെടുന്നതിലൊരു അർത്ഥമില്ല. നീയാ ഇതേ വസ്ത്രങ്ങളണിഞ്ഞ് വള്ളത്തിൽ നിന്നിരുന്ന നിന്നെ തൊട്ടുരുമി ഞാനൊന്ന് കടന്നുപോയി. നിന്നെ പ്രണയിച്ച, നീ പ്രണയിച്ച, അവളെ രക്ഷിക്കാനായി നീന്തി വന്ന നിന്നെ ഞാനന്ന് വീണ്ടും കണ്ടു. കഴിഞ്ഞ 2 ദിവസവും നിന്നെ ഞാൻ അവ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. ജീവിതത്തിന്റെ ഈ വൈതരണി കടത്തിവിടുന്ന ഒരു കടത്തുകാരൻ മാത്രമാണ് മരണം.